ഇത്രയും വലിയ തല, ഇത്രയും വലിയ ഉടല്, ഇത്രയും വലിയ ബാല് രാജബമ്പാലയാണെന്ന് തോന്നുന്നത്. ഇങ്ങോട്ട് കയറിയത് നമ്മൾ പുറകെ ഓടി വന്ന് ഒരേ രാത്രി പോണത് കണ്ട് ഇങ്ങോട്ട് പോരി. നമ്മൾ പുറകെ കയറി നോക്കാം. വല്യമ്മ പടി കയറി. പാമ്പ് പാമ്പ് കിട്ടിയ നമ്മൾ വിടൂല. ഓനെ മയ്യത്താക്കിട്ട് കൈ തൂക്കിട്ട് ഒരു ഉത്സവത്തിന്റെ കൂട്ടമുണ്ടല്ലോ. എന്താ എല്ലാരും പുറത്തു കൂടി നിൽക്കുന്നേ? എവിടുന്ന് വന്നു? ഒരു ബൈബോക്കം പറഞ്ഞ് ഓര് കണ്ട് ആളുള്ളിലേക്ക് വടിയും കൊണ്ട് പോയിരിക്കണം. വഴിപോക്കനും ആരായാണ്? ആ ഈത്തപ്പഴവും വളയൊക്കെ വിൽക്കാവുന്നില്ലേ? ഓനാ പടച്ചോനെ. ആ ഹരാൻ പറഞ്ഞോനാ. ഓൻ നല്ല ഉശിരുള്ളോനാ. ഓന്റെ ഉശിരി ഇന്നത്തോടെ തീരും. ആ ബെച്ചപ്പല്ല് നമ്മൾ ഇന്ന് അടിച്ചളക്കും. പാമ്പിനെ കിട്ടിയ? പാമ്പിനെ കിട്ടിയില്ല, ഒരു പന്നിനെ കിട്ടി. അപ്പൊ രാജവമ്പാല? രാജവമ്പാല ഔത്തിരുന്ന് സിനിമ കാണുന്നു. വേണമെങ്കിൽ കൂടെ പോയിരുന്ന് കണ്ടോളി. എല്ലാം ഇവന്റെ കുരിശ് പണിയാണ്. പോരേക്കാറ കള്ളനായി. പാമ്പിനെ പിടിക്കാനാ? ഈ ആരടാ പാമ്പാട്ടിയാ? നമ്മളെ പൊരേ കയറാൻ പാടില്ല എന്നോട് നമ്മൾ പറഞ്ഞല്ലടാ. കച്ചവടത്തിന് കയറണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞ? പിന്നെ ഇപ്പൊ എന്തിനാ ഈ വന്നത്? അന്റെ ഉമ്മാന്റെ മയ്യത്തെടുക്കാനാ? പിന്നെ അന്റെ ഉപ്പൂപ്പാനെയും ഉമ്മുമാനെയും പറയട്ടാ. ഇറങ്ങിടാ പന്നി ചാപ്പിട്ടി ഇറക്കട. അവനാ കക്കാപ്പന്നോനാ. മേലിൽ നമ്മളെ മുമ്പ് കണ്ടുപോരുത്. ഈ പഠിക്കുന്നല്ല, ഈ നാട്ടിന്ന് ഇരുട്ട് മുമ്പ് പൊക്കോളണം. അല്ലെങ്കിൽ അന്റെ മയ്യത്ത് നമ്മളെ കൈ കൊണ്ടായിരിക്കും. കേറിപ്പോ എല്ലാത്ത്. പാമ്പുണ്ടാ? ഉണ്ടില്ല. ഉണ്ണാൻ ഇലയിട്ട് കിട്. ചെന്ന് വിളമ്പി കൊടുക്കി. ആ സെയ്ത്താന്റെ ബാലിൽ തൂങ്ങി നടക്കുന്ന ഇബിലീസ് അല്ലേ അത്? അവൻ തന്നെ. ഓരെങ്ങോട്ട് വിളിക്ക്. വാടോ ഇങ്ങോട്ട്. എന്താണ്ടോ സഞ്ചിയില്? അരിയും തേങ്ങയും കുറച്ച് പോയ മീനും. ആഹാ, ഇത് എത്ര ദിവസം കഴിക്കാനുണ്ടാവും? ഒരാഴ്ചക്കുള്ളത് ഒരുമിച്ച് വാങ്ങിച്ച്. ഇടക്കിടക്ക് പീടിയ പോണ്ടല്ല. അപ്പൊ രണ്ടാളും കൊറേ കാലം കൂടി നാട്ടിലുണ്ടാവും അല്ലേ? ഉണ്ടാവും. ഇനി കൂന്താലി പോയെന്ന് കക്ക വാരി കച്ചവടം ചെയ്യാന്നൊക്കെ പറയണത്. വളക്കച്ചവടം അന്നത്തോടെ നിന്നല്ല. അതിനേക്കാളും നല്ലൊരു കച്ചവടം ഉണ്ട്. ആഹാ, അതെന്താണ്? ചെളിക്കച്ചവടം. അതാവുമ്പോ പുഴയിൽ ഇറങ്ങണ്ടല്ല. രണ്ടിന്റെ തലക്കകത്ത് തന്നെ നിറച്ചുണ്ടല്ല. റഹ്മാനെ, സലീമേ, ഇങ്ങോട്ട് വരി. അട്ടക്കാലൻ ആയമൂട്ടി ജയിലിൽ നിന്ന് ഇറങ്ങി മുതലാളി. വിളിച്ചോണ്ട് പറഞ്ഞ മുതലാളി. വേണ്ടി വരും. രണ്ട് ഹിമാറുകളുടെ ഓരോ കൈയും കാലും വെട്ടിയെടുക്കാൻ അയമൂട്ടിക്ക് എന്ത് കായ് കൊടുക്കേണ്ടി വരും? മുതലാളി പറഞ്ഞാൽ മൂപ്പര് കായ് വാങ്ങാണ്ട് എത്ര കൈയും കാലും വേണേലും വെട്ടിയാലൂല്ലേ? എന്നാ അവനോട് വരാൻ പറയട്ടെ. വേണ്ട, ഓൻ വരുന്നവരെ കാത്തിക്കാനുള്ള ശ്രമം ഞമ്മക്കില്ല. എടുത്തോണ്ട് പാടാ കളപ്പുരയെന്ന് മണ്ണെണ്ണ. രണ്ടെണ്ണത്തിനെയും കത്തിച്ചിട്ട് അതിന്റെ ചാരം ഞമ്മക്ക് തെങ്ങിനെ വളായിച്ചിടാ.